പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയൊക്കെ പറയണല്ലേ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഉദകമണ്ഡലത്തിലാണ്. തമിഴ്നാട്ടിലെ മനോഹരമായിട്ടുള്ള ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട, ഏറെക്കുറെ ആളുകളൊക്കെ ചെറുപ്പം മുതലേ ഒന്നിൽ കൂടുതൽ തവണ വിസിറ്റ് ചെയ്തിട്ടുള്ള ആ അതിഗംഭീരമായ മനോഹരമായ തമിഴ്നാട്ടിലെ പല ആളുകളും ഇന്ത്യക്ക് ധാരണയിൽ ഇത് കേരളത്തിൽ ആണ് എന്ന സ്ഥലം, അതായത് ആ ഒരു ധാരണയായിരുന്നു. ശരിക്കും ഊട്ടിയിലാണ് ഉള്ളത്, അതായത് ഉദകമണ്ഡലം. ഊട്ടിൻ്റെ ശരിക്കുള്ള പേര് ഉദകമണ്ഡലം. അവിടെയുള്ള മനോഹരമായ ട്രെയിൻ സ്ഥലത്താണ്. നോക്കി മോനെ, വ്യൂ നോക്കി, കിടിലം വ്യൂ. ഓക്കെ അതോ രണ്ടു വാക്ക് സംസാരിക്കൂ. അടിപൊളിയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടുത്തെ കാലാവസ്ഥ എൻജോയ് ചെയ്യണം. ഓക്കെ, പിന്നെ വേറെ എന്താ ചെയ്യണ്ടേ? പറ്റുകയാണെന്നുണ്ടെങ്കിൽ വോയേജ് ഗ്രാമിൻ്റെ കൂടെ തന്നെ വരിക. സ്വാഭാവികം. അത് ലോങ് ട്രിപ്പുകൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഷോർട്ട് ട്രിപ്പുകളും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കശ്മീരിലെ, ഡൽഹിയിലെ, ആഗ്രയിലെ, മണാലിയിലെ, പഞ്ചാബിലെ മാത്രമല്ല, കേരളത്തിനകത്തുമുള്ള ഊട്ടിയിലെ എന്ത് റിസോർട്ടുകൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തുകൊണ്ട് പവർഫുൾ ആയിട്ട് നമ്മൾ സെറ്റാക്കി തരും. അതിനൊക്കെ നല്ല കുറച്ച് ഫോട്ടോസ് എടുത്താൽ, വിഷ്വൽസ് കൊടുക്കട്ടോ, ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്തോ. ഓക്കെ ആസിം. അപ്പോൾ സംഭവം ഇത് നടന്ന് തീരുന്നില്ല കേട്ടോ. സംഭവം റെയിൽവേ പാളാണ്. അയച്ചു പോകേണ്ടി വരും, ഞാൻ പോവില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നടന്നല്ല ഇങ്ങനെ വിസിറ്റ് ചെയ്ത് ഊട്ടിൻ്റെ പേരെന്താ ശരിക്കും അറിയോ? എന്താ ഉദകമണ്ഡലം എന്താണ്ടോ ഊട്ടിൻ്റെ പേര്? ഊട്ടിയല്ല, ഊട്ടി. മക്കളെ, ചില ഏരിയ ഒക്കെ എന്തോ ഒരു ഭംഗി അറിയോ? ഭംഗി. ലൗഡെയിലാണ്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം, റെയിൽവേ ട്രാക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റേതല്ല. അവിടെ ഫെൻസിങ് ലൈൻ ഉണ്ട്. हिंदी में क्या बोल सकते हो? हिंदी वो गाली नहीं है ये. ലൗഡെയിൽ. ലവ്ഡെയിൽ മീൻസ് ഡെയിൽ എന്ന് പറഞ്ഞാൽ ടണൽ. നോക്കി, കമാനം. ഇതാണ് ഊട്ടിയിലെ അതിമനോഹരമായ ആ ഒരു ടോയ് ട്രെയിൻ കേട്ടോ. ആ ടോയ് ട്രെയിനിൽ നാളെ നമ്മളെ കൂടെ വരുന്ന ആളുകൾ പോകുന്നുണ്ട്. അടിപൊളി. എങ്ങനെ മീറ്റർ ഗേജ് ട്രെയിൻ, അതായത് നമ്മളെ ഇപ്പത്തെ റെയിൽവേ ട്രാക്കിന്റെ അത്ര ഇതുണ്ടാവില്ല, വീതി ഉണ്ടാവില്ല. മീറ്റർ ഗേജ് ആണ്, ചെറുതാണ്. പിന്നെ ഫെൻസിങ് ഉണ്ട്. പിടിച്ച് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. മേലത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഈ നാസിമിനെ കണ്ടിരിക്കണം ആരെങ്കിലും? വോയേജ് ഗ്രാമിന്റെ ട്രിപ്പിൽ വന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും. നാസിമ് പണ്ടാ മാല പൊട്ടിച്ചാണ്ട് കേസിലായിരുന്നു. നല്ല സുഹൃത്തുക്കൾ, നമ്മളെ ഉറ്റവനും ഉടയനുമായ വോയേജർ ഗ്രാമിന്റെ വലം ഇടം കൈയാണ്. ജയ് ഫെൻസിങ് കേട്ടോ. അസറോ, ഫോൺ വിളിച്ചാണ്ട് ഇങ്ങനെ വരാൻ നിൽക്കണ്ട, പിന്നെ കുട്ടികളും പെണ്ണുങ്ങളും കരയേണ്ടി വരും എന്നെ കാണാനല്ല. അതാണ് അസറോ, ചാടി നിക്ക്, ഇങ്ങനെ ഉറങ്ങി തൂങ്ങല്ലേ. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഊട്ടിയിലെ, അതായത് ഉദകമണ്ഡലത്തിലെ സംഭവം. ഓക്കെ, അപ്പോൾ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലെ ഉദകമണ്ഡലം ടു. പിന്നെ ഇപ്പോൾ ഉള്ളത് നാസിം എന്തെങ്കിലും പറഞ്ഞോ? അസർ എന്തെങ്കിലും പറഞ്ഞു? മേലൊക്കെ വേറെ കുറേ കപ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ, അവർക്ക് നോക്കണ്ട. നമ്മൾ ഇതുണ്ടോ, ഇതൊക്കെ ഇതാണ് ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, നല്ലൊരു കമാനത്തിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നത്. താഴെ ഇങ്ങനെ ട്രെയിൻ പോകും. ആ സൈഡ് കണ്ടോ, നമ്മളെ തുബ്ബൂരൊക്കെ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലോടുന്ന തുബ്ബൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇതേപോലത്തെ സംഭവമുണ്ട്. ഇതേപോലെ നല്ല എത്രയൊന്നും ഇതില്ല, ഇത് വേറെ വൈബ്. ഓക്കെ, നമ്മൾ ഒടുവിൽ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഓക്കെ, ഉദകമണ്ഡലം ഊട്ടി. ഓക്കെ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തമിഴത്തി കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ലൗഡെയിൽ റെയിൽവേ സ്റ്റേഷനിലുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു പച്ചപ്പും ഹരിതാപരമായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടുന്ന് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചു പോകും.
എന്തായാലും ഊട്ടിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട്. ചെറിയ നമ്മൾ ഒരു ചെറുക്കാൻ വേണ്ടി ഒരു തട്ടിക്കൂട്ട് പരിപാടി, തട്ടിക്കൂട്ടല്ല കേട്ടോ, നൈസായിരിക്കും 2 ദിവസത്തെ ഒരു പ്രോഗ്രാം. ഓക്കെ, താല്പര്യമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മക്കളെ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ട്രെയിൻ വരുന്നുണ്ടോ? വാ നാസി ഒന്ന് ഹോൾഡ് ചെയ്താൽ. ഇവിടുത്തെ ട്രെയിൻ ഉണ്ട്, വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം കാത്തിരുന്ന ആ ഒരു ട്രെയിനിൻ്റെ വിഷ്വൽ എടുക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ഇതാണ് ഊട്ടിയിലെ മനോഹരമായിട്ടുള്ള ആ ഒരു ട്രെയിൻ. ഓക്കെ, കേട്ടോ. അപ്പോൾ അത് പക്ക പഴയ രൂപത്തിലുള്ള സാധനമാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചെക്ക് എന്തായാലും പറയാം, എന്താ ചേഞ്ച് ചെയ്ത് ഇപ്പം എന്താ ചേഞ്ച് ചെയ്ത് വരണോ? ടോക്കൺ ചേഞ്ച് ചെയ്ത്. ഓക്കെ, പഴയ മീറ്റർ ഗേജ് ആണ്. ആ മീറ്റർ ഗേജ് ആണ്. ഇതിൻ്റെ വലിപ്പം നോക്കി, സംഭവം ചെറിയ സാധനമാണ്. അപ്പോൾ ഊട്ടി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഉദകമണ്ഡലത്തിൽ വരുന്ന സമയത്ത്, അത് ഊട്ടിയിൽ വരുന്ന സമയത്ത് ഈ ട്രെയിനും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. മിസ് ചെയ്യാതെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.